ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. പക്ഷേ അത് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്പ്പെട്ട ആളുകൾ കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. കാരണം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പണം എടുത്തവർക്ക് എല്ലാം കംപ്ലൈന്റ് ആണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്ത് ദിവസം തരും, കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത് ചെലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർപേഴ്സണായി അടൂർ ഇരുന്ന സമയത്താണ് അവിടെ ജാതിപരമായ ഇഷ്യൂകൾ ഉണ്ടായത്. അവിടുത്തെ ഡയറക്ടറിന്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്ന മറ്റു സ്ത്രീകൾ കീഴ്ജാതിക്കാരായതുകൊണ്ട് അവരോട് അങ്ങനെ പെരുമാറി അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അന്ന് നടന്ന പ്രശ്നങ്ങളിൽ വന്നൊരു സാധനമാണിത്. ഇതിന് അടൂർ പറഞ്ഞത് അവരേതോ രാജകുടുംബത്തിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്, അപ്പോൾ അവർ മാറാൻ കുറച്ച് സമയമെടുക്കുമെന്ന്. ഏത് രാജകുടുംബമാണ് ഇദ്ദേഹം ഈ പറയുന്നത്? ഇന്ത്യ ജനാധിപത്യമായിട്ട് തന്നെ 70-ൽ കൂടുതൽ വർഷമായി. അപ്പോഴാണ് ജാതി അധിക്ഷേപം നടത്തി 50 വയസ്സോളം മാത്രം ഉള്ള ഒരു സ്ത്രീ ഏതോ രാജകുടുംബത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ന്യായീകരിച്ചത്. അതേസമയം ഇദ്ദേഹം പറഞ്ഞിരുന്നു, എന്നെ ആരും ജാതി പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല, 20-ാമത്തെ വയസ്സിൽ ഞാൻ ഈ ജാതിവാൽ ഉപേക്ഷിച്ചതാണെന്ന്. ഈ ജാതിവാൽ ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ സാധനമൊന്നും പോകത്തില്ല മിസ്റ്റർ. മാത്രവുമല്ല, സിനിമാ ലോകത്ത് നിങ്ങൾ വലിയ ലെജൻഡ് ആയതുകൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യവും ആരും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇനി ഇന്നത്തെ സംഭവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിനിങ് വേണമെന്ന് ഇദ്ദേഹം പറയുന്നത്? ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ ബിജു. അദ്ദേഹം എന്ത് ട്രെയിനിങ് എടുത്തിട്ടാണ് സിനിമ പിടിക്കാൻ തുടങ്ങിയത്? പാരലൽ സിനിമ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഡയറക്ടറായി പുള്ളി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി പറയുന്നുണ്ട് ഇതെല്ലാം നികുതി പണമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണമെന്ന്. അതെന്താ SC/ST വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത്തരം ബോധമൊന്നും ഉണ്ടാകാറില്ലേ? അതോ അവർക്കൊന്നും ഈ സാമൂഹിക ബോധമൊന്നുമില്ല, അവരെയൊക്കെ നമ്മളത് പഠിപ്പിക്കണം എന്നാണോ ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം പറയുന്നുണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾക്കൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്ന്, കംപ്ലൈൻ്റ് ആണെന്ന്. നമുക്ക് KSFDC പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് സിനിമകൾ നോക്കാം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ റീസെൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് വിക്ടോറിയ. ശിവരഞ്ജിനി എന്നൊരാളാണ് ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ സിനിമയുടെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. 2024 IFFKയിൽ ഫിപ്രസി അവാർഡ് ബെസ്റ്റ് മലയാളം ഡെബ്യൂ ഫിലിം. 27ാമത് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സിനിമ, അതായത് ഏഷ്യൻ ന്യൂ ടാലൻറ്റ് സെക്ഷനിൽ മത്സരിച്ച ഏക സിനിമ. ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇതിൽ അഭിനയിച്ച മീനാക്ഷി ജയൻ എന്ന നടിക്ക് ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയിൽ അവാർഡും ലഭിച്ചു. അടുത്ത ചിത്രമാണ് നിഷിതോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് താര രാമാനുജൻ എന്നൊരാളാണ്. നിഷിതോ എന്ന സിനിമയ്ക്ക് ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലും ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചു. 52ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ സെക്കൻഡ് ബെസ്റ്റ് എന്ന അവാർഡ് ലഭിച്ചു. അടുത്ത സിനിമയാണ് B32 മുതൽ 44 വരെ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രുതി ശാരണ്യമാണ്. ഈ സിനിമ കേരള ബെസ്റ്റ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2022 വിജയിച്ചു. 2023 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ച സിനിമയാണ്. ഈ സിനിമകളെല്ലാം അതിൻ്റേതായ ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. അടൂർ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജാതി വെറിയും സ്ത്രീവിരുദ്ധമാണെന്ന് എടുത്ത് പറയാതെ വയ്യ. എനിക്ക് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് തോന്നിയത്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും സിനിമാ ഫീൽഡിലേക്കൊന്നും വരരുത്. സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തോ പവിത്രമായ സ്ഥലമാണ്, അടൂരിനെ പോലെയുള്ള ഭയങ്കര ഹയർ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടേക്ക് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു പോകും എന്നൊരു ബോധ്യത്തിൽ നിന്ന് വന്ന പ്രസംഗമായിട്ടേ എനിക്കിതിനെ കാണാൻ കഴിയത്തുള്ളൂ.